ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിക് 350 BS6 2020 എഡിഷൻ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവാണ്. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് അതൊരു സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷനാണ്. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ബുള്ളറ്റ് സീരീസിന് സ്റ്റെൽത്ത് ബ്ലാക്ക് നല്ലപോലെ സ്യൂട്ടാകുന്നുണ്ട് എന്നാണ്. പിന്നെ സ്റ്റെൽത്ത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക്, വണ്ടി നമുക്ക് ദൂരെ നിന്ന് കണ്ടാൽ തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു 350cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫ്യൂവൽ ഇഞ്ചക്റ്റഡ്. അതെ, ഇത് ഇപ്രാവശ്യം BS6 ആക്കിയപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് എൻജിനാണ് വരുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് വണ്ടി നേരത്തെയുള്ള 350 സീരീസിനേക്കാളും കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സൗണ്ടും കുറവുണ്ട്, വൈബ്രേഷനും കുറവുണ്ട്. വൈബ്രേഷൻ കുറവുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ബുള്ളറ്റ് എന്ന് വെച്ചാൽ വൈബ്രേഷൻ ഉണ്ട്, പക്ഷേ എന്നാലും വൈബ്രേഷൻ കുറച്ചും കൂടെ സ്മൂത്തും ആയിട്ടുണ്ട്. പിന്നെ വണ്ടി കുറച്ചും കൂടെ റിഫൈൻഡും ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഹാൻഡിലിലോട്ട് നോക്കാം. നമുക്ക് കാണാൻ പറ്റുന്നത് സാധാരണ നോർമലായിട്ടുള്ള ഒരു അനലോഗ് മീറ്ററാണ്. പിന്നെ കീ ഹോളുണ്ട്. പിന്നെ നമ്മുടെ ട്രിപ്പ് മീറ്ററും കാര്യങ്ങളും ഒന്നുമില്ല, സാധാരണ ബേസിക്സ് ആയിട്ടുള്ള. പിന്നെ ഫ്യൂവലിൻ്റെ ഇത് കാണിക്കാൻ ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ട്. പിന്നെ എൻജിന് എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ കാണിക്കാനും അതിനും ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഫ്യൂവലിൻ്റെ വാർണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു 4 ലിറ്ററിൽ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അറിയാനേ വഴിയുള്ളൂ, അല്ലാതെ വേറെ ഇപ്പോൾ ഡിജിറ്റൽ മീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഡിജിറ്റൽ മീറ്റർ വെക്കാൻ പറ്റും, അതൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ഈ വണ്ടിയുടെ സീറ്റിങ്ങിനെ കുറിച്ചാണ്. സീറ്റിങ് ഇപ്പം പഴയ ക്ലാസിക് 350 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് സൈഡിലാണ് ഇപ്പോഴത്തെ സീറ്റുള്ളത്. കുറച്ചും കൂടെ ഇരിക്കാൻ നല്ലൊരു സുഖമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയതേ ഉള്ളൂ, ഒരു 10-20 കിലോമീറ്റർ. കാരണം വണ്ടി ഉടൻ തന്നെ തിരിച്ചു കൊടുക്കേണ്ടി കൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത്ര ഓടിച്ച് നോക്കിയാൽ എനിക്ക് തോന്നിയെന്ന് പറയുന്നത് വണ്ടിയുടെ സീറ്റിങ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയ പോലെയാണ്. പിന്നെ അത്യാവശ്യം വണ്ണമുള്ളവർക്കാണെങ്കിലും നല്ല സുഖമായിട്ട് ഇരിക്കാമെന്നാണ് തോന്നുന്നത്. അടുത്തതായിട്ടുള്ളത് ഇതിൻ്റെ ലൈറ്റ്സാണ്. ലൈറ്റ്സ് എന്ന് പറയുന്നത് നോർമൽ ബൾബ് ലൈറ്റ്സ് തന്നെയാണ്, ബുള്ളറ്റിന് വരുന്ന സാധാരണ ലൈറ്റ്സ് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഇതെന്ന് പറയുന്നത് ഇത് എക്സ്ട്രാ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു കവറിങ് ആണ്. അതൊരു പ്ലാസ്റ്റിക് കവറിങ് ആണത്, അത് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ബ്രേക്ക് ലൈറ്റ്സ് എന്ന് പറഞ്ഞാലും സെയിം ബൾബ്, നേരത്തെ ബുള്ളറ്റിന് എങ്ങനെയാണെന്ന് ഉണ്ടായത് അതുപോലെ തന്നെ സെയിം ലൈറ്റ്സ് ആണ്, അല്ലാതെ LED യൂണിറ്റ്സ് ഒന്നും പുതിയതിന് അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഇത് നോക്കുമ്പോൾ കാണുന്ന മെയിൻ ഒരു അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ ബ്രേക്സ് എന്ന് പറയുന്നത് ഡ്യുവൽ ABS സിസ്റ്റമാണ് വരുന്നത്. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അത് ഓടിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ ബ്രേക്സിന് നല്ല ബൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യമല്ല, നല്ല ബ്രേക്ക് ഉണ്ട്, വണ്ടി പിടിച്ചെടുത്ത് നിൽക്കുകയും ചെയ്യും. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഹൈ സ്പീഡിനുള്ള വണ്ടിയല്ല. അപ്പോൾ വണ്ടിക്ക് അനുസരിച്ചുള്ള ഒരു വെയിറ്റും ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും വെയിറ്റും സ്പീഡ് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിന് ആവശ്യത്തിൽ കൂടുതൽ ബ്രേക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് ബ്രേക്കിംഗ് പെർഫോമൻസിൽ നല്ല ഒരു ഇതാണ് കാണുന്നത്. അടുത്ത നമുക്ക് ഇതിൻ്റെ ഷോക്സ് നോക്കുമ്പോൾ, ഷോക്സ് എന്ന് പറയുന്നത് നോർമൽ ബുള്ളറ്റിന് വരുന്ന അതേ ഷോക്സ് തന്നെയാണ്. ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഷോക്സും പിന്നെ ബാക്കിൽ കൺവെൻഷണൽ നോർമൽ ഷോക്സും തന്നെയാണ്. അത് ഞാൻ ഓടിച്ച് നോക്കിയത് വെച്ച് അത്യാവശ്യം സ്മൂത്തൊക്കെ തന്നെയാണ്. ചെറിയ ബമ്പൊന്നും അങ്ങനെ കയ്യിലോട്ടൊന്നും വരത്തില്ല. പിന്നെ കയ്യിലോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഹാൻഡിലിന് കുറച്ച് വൈബ്രേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പം വിരലിനൊക്കെ വേദന എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ പുതിയ ക്ലാസിക് 350ക്ക് വരുന്നത് ബ്ലാക്ക് അലോയ് വീൽസ് ആണ്. പിന്നെ ഈ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഈ സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷന് ഒരു റെഡ് സ്ട്രൈപ്പിങ്ങും കാര്യങ്ങളും ഉണ്ട്.
അത് വീലയിലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ലുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ ഇങ്ങനത്തെ ബുള്ളറ്റിന് നല്ലത് സ്പോക്ക് റിംസ് തന്നെയാണ്. അതൊരു ഒരിടയ്ക്ക് ഒരു ബ്ലാക്ക് സ്പോക്ക് റിംസ് ആയിട്ടൊരു വേരിയൻ്റ് ഇറങ്ങിയായിരുന്നു. എനിക്ക് അതാണ് കുറച്ചും കൂടെ ഒരു മാൻലി ലുക്ക് തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആർക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അലോയ് വീൽസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വണ്ടിക്ക് അങ്ങനെ വലിയൊരു വെയിറ്റ് കൂടിയെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. കാരണം ഓടിക്കുമ്പോൾ അങ്ങനെ അതൊന്നും ഫീൽ ആകുന്നില്ല. ബുള്ളറ്റിന് ഓൾറെഡി വെയിറ്റ് ഉണ്ട്, എന്നാലും അത് അലോയ് വീൽസ് ഇട്ടുന്നതുകൊണ്ട് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയ പോലെ എനിക്ക് തോന്നിയുള്ളൂ. പുതിയ ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡിനും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് വർക്കും ഇതിൻ്റെ ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയൽസും ഒക്കെ കാണുമ്പോഴത്തേക്കിനും അത്യാവശ്യം വണ്ടി കുറച്ച് പ്രീമിയം ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ വണ്ടി നല്ല സ്മൂത്തും ആയിട്ടുണ്ട്. പിന്നെ ഒത്തിരി സ്പീഡിലോ ഒന്നും ഓടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഒരു റോയൽ ലുക്കാണല്ലോ ഇത്. പിന്നെ ഈ നിറമായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു സ്റ്റെൽത്ത് ഒരു വളരെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ബാഡാസ് ലുക്ക് തരുന്നുണ്ട് ഈ ഒരു കളർ സ്കീം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ബൈക്കിനെ കുറിച്ച്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു സിനിമാറ്റിക്സിലേക്ക് പോവാം. An angel, I lost a friend. I felt like dying again and again. I went through hell, stared at death, but I keep fighting with each living breath. I saw no way out from where I stood. Felt like the fire had burned me through. Now you're gone, I'm alone. I guess it's time to get better. Through the pain, I will go alone. If I fall, break my bones, I will scream even louder. 'Cause I'm not dying alone. I lost my best friend. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ BS6 ക്ലാസിക് 350. അപ്പോൾ എല്ലാവർക്കും ബൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുവാണെങ്കിൽ ഈ ബൈക്ക് എന്ന് പറയുന്നത് നൊസ്റ്റാൾജിയ ആയിട്ടുള്ളവർക്കും പിന്നെ എന്താ പറയുന്നത് ഈ ക്ലാസിക് വണ്ടികളോട് താല്പര്യമുള്ളവർക്കും പിന്നെ ബുള്ളറ്റ് ഭ്രാന്തന്മാർക്കും എല്ലാവർക്കും പറ്റിയ ഒരു വണ്ടി തന്നെ. നിങ്ങളാരും വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടൊന്നും കാണണ്ട. കാരണം ഞാനങ്ങനെ റിവ്യൂ വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് കിട്ടിയൊരു ബൈക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ബൈക്കും വണ്ടികളും കിട്ടുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താം. എന്തെങ്കിലും ഗാഡ്ജറ്റ്സൊക്കെ കിട്ടുവാണെങ്കിൽ അതും പരിചയപ്പെടുത്തുന്നതായിരിക്കും. എനിക്കറിയാം ഈ ബൈക്കിനെ കുറിച്ച് കുറേ പേര് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നി. നിങ്ങൾക്ക് എല്ലാം ഈ എൻജിൻ സ്പെക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നെറ്റിലും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഇംപ്രഷൻ അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിനായി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കാം. സോ ദിസ് ഇസ് മീ, ഹെൽക്കാറ്റ് റൈഡർ, സൈനിങ് ഓഫ്. ബൈ.